പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 14, 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണമിട്ടുന്നത് പോലെ ഒരു സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. ദൈവവചനമാണ് നാം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ കേന്ദ്ര ഭാഗമാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം അധ്യായം 4-ാം വാക്യം വരെയുള്ള ഭാഗം വെളിപാട് പുസ്തകത്തിൻ്റെ തന്നെ കേന്ദ്രമാണെന്ന് ആമുഖത്തിൽ ഞാൻ പറയുകയുണ്ടായി. ഈ കേന്ദ്രഭാഗത്തെ 7 ഉപവിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടായിരുന്നു. 12-ാമത്തെ അധ്യായം മുഴുവനും സ്ത്രീയും സർപ്പവും എന്ന ഒരു ചിത്രീകരണമാണ്. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് 13-ാമത്തെ അധ്യായത്തിൽ 2 ഉപവിഭാഗങ്ങൾ. ആദ്യത്തേത് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, രണ്ടാമത്തേത് കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം. അപ്പോൾ സ്ത്രീയും സർപ്പവും, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, കരയിൽ നിന്ന് വരുന്ന മൃഗം, ഇങ്ങനെ 3 സെക്ഷൻ. 4-ാമത്തേതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്, സിയോൺ മലയിൽ നിൽക്കുന്ന കുഞ്ഞാട്. ഇതിനുശേഷം വീണ്ടും 3 ചെറിയ ഉപവിഭാഗങ്ങൾ കൂടി വരുന്നുണ്ട്. അത് 5-ാമത്തേതായിട്ട് വരുന്നത് 3 ദൂതന്മാരെക്കുറിച്ചുള്ള പരാമർശമാണ്. 6-ാമത്തേത് വിളവെടുപ്പിൻ്റെ ദൃശ്യമാണ്. 7-ാമത്തേത് വിജയികളുടെ സ്തുതിഗീതം. ഇങ്ങനെ കേന്ദ്രം തന്നെ 7 വിഭാഗങ്ങളായി തിരിച്ച് അതിൽ കേന്ദ്രത്തിൽ നിൽക്കുന്ന 4-ാമത്തെ ഭാഗമാണ്, ഉപവിഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കുഞ്ഞാടും അനുയായികളും എന്നാണ് POC ബൈബിളിൽ ഇതിന് ഒരു ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. വ്യക്തമാണ്, കുഞ്ഞാട് ആരാണെന്നതിനെക്കുറിച്ച് സംശയമില്ല. മരണവും ഉത്ഥാനവും വഴി നൽകിയ രക്ഷകനായ യേശുവാണ്. സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചതാണ് ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാട്. ആ ബലിയായി അർപ്പിച്ചവനെ ദൈവം ഉയർപ്പിച്ചു. അപ്പോൾ മരണത്തെ കീഴടക്കിയവനാണ് ഈ കുഞ്ഞാട്, ഉദ്ധിതനായ യേശു ക്രിസ്തു. അത് നിൽക്കുന്നത് സിയോൻ മലയിലാണ്. സിയോൻ മല ജെറൂസലത്തിൻ്റെ ഭാഗമാണ്. സോളമൻ്റെ ദേവാലയം പണി ചെയ്യപ്പെട്ടത് സിയോൻ മലയിലാണ്. സെഹിയോൻ എന്നും സിയോൻ എന്നും പറയുന്നത് ഒരേ കാര്യം തന്നെ. സഭയുടെ സ്വർഗീയ ജെറൂസലത്തിൻ്റെ ഒക്കെ ഒരു ചിത്രീകരണമായിട്ടാണ് സിയോൻ മലയെ കാണുക. സിയോൻ ഒരു പ്രതീകമാണ്, ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ ദേവാലയത്തെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്, ദൈവത്തിൻ്റെ ആലയത്തെയാണ് സിയോൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറൂസലമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സഭയിൽ അംഗങ്ങളായ ക്രിസ്ത്യാനികളോടാണ് ഇത് പറയുക. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സഭയുടെ അംഗമായി തീർന്നവർ കടന്നു വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കാണ് എന്ന് പറയും. അപ്പോൾ സിയോൻ മല ഒരു പ്രതീകമായിട്ടാണ് കാണുക. ദൈവിക സാന്നിധ്യത്തിൻ്റെ, ദൈവിക ഭവനത്തിൻ്റെ ഒരു സൂചനയായി, അടയാളമായി സിയോൻ മലയെ കാണുന്നു. അപ്പോൾ കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നു. അവനോടുകൂടെ 144,000 പേരും. 144,000 പേര് നമ്മൾ ഒരിക്കൽ കണ്ടതാണ് 7-ാമത്തെ അധ്യായത്തിൽ. അവിടെ 144,000 പേരുടെ നെറ്റിയിലെ മുദ്ര കുത്തിയതായിട്ട് കാണും. ഈ ഭൂമിയിലെ പീഡനങ്ങൾക്ക് മധ്യേ, മതപീഡനങ്ങൾക്ക് മധ്യേ സംരക്ഷിക്കപ്പെടുന്ന 144,000 പേര് അത് ഭൂമിയിലുള്ളവരാണ്. പക്ഷേ ഇവിടെ ഉള്ളത് സ്വർഗത്തിലുള്ള രക്ഷ പൂർണ്ണമായി ലഭിച്ച ഒരു സമൂഹമാണ്. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞു, പേരെഴുതുക എന്നത് ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന്. അപ്പോൾ ഈ 144,000 പേര് കുഞ്ഞാടിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പേര് നെറ്റിയിൽ വഹിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവർ. അങ്ങനെയുള്ളവരാണ് വിശുദ്ധരെന്ന് വിളിക്കുക. വിശുദ്ധം എന്നത് മാറ്റിവെക്കപ്പെട്ടതെന്നാണ് അർത്ഥം. കോദേശ് എന്ന് ഹീബ്രുവിൽ പറയും, കന്ദീശ എന്ന് സുറിയാനിയിൽ പറയും. ഹോളി, സെപ്പറേറ്റഡ്, സെറ്റ് അസൈഡ്, കട്ട് അപ്പാർട്ട്. അങ്ങനെ മാറ്റിവെക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ദൈവത്തിനും പിതാവായ ദൈവത്തിനും യേശു ക്രിസ്തുവിനും വേണ്ടി മാറ്റിവെക്കപ്പെട്ട 144,000 പേർ.
അവർ മാത്രമേ മാറ്റിവെക്കപ്പെട്ടവരുള്ളൂ. അത് നമ്മൾ പിന്നീട് കാണും. ആരാണ് 144,000 പേര്? അത് നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. അത് സാവകാശം നമ്മൾ അങ്ങോട്ട് കടന്നു വരാം. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു വലിയ സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണമിട്ടുന്നത് പോലൊരു സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു ഗാനം ആലപിച്ചു. ആരാണ് ഈ ഗാനം ആലപിക്കുന്നത്? ഈ 144,000 പേരാണോ അതോ മാലാഖമാരാണോ? തർക്കമുണ്ട്. 144,000 പേരുടെ ഗാനമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പാടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്താണ് വില കൊടുത്തത്? വിലയായി കൊടുത്തത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. യേശു ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിലൂടെ, ആത്മബലിയിലൂടെ, മരണത്തിലൂടെ, കുരിശുമരണത്തിലൂടെ രക്ഷ പ്രാപിച്ച ആണ് 144,000 പേർ. നമ്മൾ ഓർക്കണം, 144 ഒരു പ്രതീകമാണ്. 12 പൂർണ്ണതയുടെ സംഖ്യ, 12 അപ്പോസ്തലന്മാർ, 12 ഗോത്രപിതാക്കന്മാർ. 12നെ 12 കൊണ്ട് ഗുണിച്ചാൽ 144 ആവും. അതിനെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 144,000 അല്ലെങ്കിൽ 1,44,000. ഇതൊരു പ്രതീകാത്മക സംഖ്യയാണ്, കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ഒരു സംഖ്യയല്ല എന്നോർക്കുക. അതുകൊണ്ട് പലരും രക്ഷിക്കപ്പെട്ടവർ 144,000 പേരാണെന്നും ആ 144,000 സംഖ്യ തീരാൻ പോവുകയാണ്, ഇനി ആകെപ്പാടെ 8-10 സീറ്റേ ഫ്രീ ഉള്ളൂ, അതുകൊണ്ട് കഴിയുന്ന വേഗം ഞങ്ങളുടെ കൂടെ കൂടണം എന്നും പറയുന്ന ചില തീവ്രവാദി മതവിഭാഗങ്ങളുണ്ട്. അർത്ഥമില്ലാത്ത ഒരു വ്യാഖ്യാനമായിട്ട് അതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. 144,000 പ്രതീകാത്മകമായ പൂർണ്ണതയുടെ സംഖ്യയാണ്. അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിൻ്റെ ദിരക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ് 144,000 പേർ. അവർക്ക് മാത്രമേ ഈ പുതിയ ഗാനം ആലപിക്കാൻ പറ്റൂ. ഇനി ഈ 144,000 പേരെ കുറിച്ച് 2 കാര്യങ്ങൾ കൂടി വീണ്ടും പറയുന്നുണ്ട്. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവർ, അപ്പോൾ അത് ഒരു ദുസ്സൂചനയുള്ളതായിട്ട് തോന്നാം. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം ദൈവം തന്നെ സ്ഥാപിച്ചതാണ്. ലൈംഗിക ബന്ധം പരിശുദ്ധമാണെന്ന് തമ്പുരാൻ തന്നെ എടുത്തു പറഞ്ഞതാണ്. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരണമെന്നും അവർ ഒരു ശരീരമായി തീരുമെന്നും അവർ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയായുള്ള മക്കൾക്ക് ജന്മം നൽകണമെന്നും ഒക്കെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ സ്ത്രീകളോട് ചേർന്ന് മലിനരാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ടെന്ന് കണക്കാക്കുക. ഒരു ശാരീരിക ലൈംഗികതയെക്കുറിച്ചുള്ള പരാമർശമല്ല ഇവിടെ കാണുന്നത്. അത് തന്നെയുമല്ല, വീണ്ടും പറയും, ബ്രഹ്മചാരികളാണ് സെലിബറ്റ്സ്. ബ്രഹ്മചാരികൾ ആരാണ്? ബ്രഹ്മത്തിൽ ചരിക്കുന്ന, മലയാളത്തിലാണെങ്കിൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടോ എന്നർത്ഥം. അപ്പോൾ ഇവിടെ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്ത ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത് ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ലാത്തവരോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്തവരോ എന്നല്ല അർത്ഥം. ദൈവത്തോട് പൂർണ്ണമായി വിശ്വസ്തത പാലിക്കുന്നവർ. വിഗ്രഹാരാധനയാണ് വ്യഭിചാരമായിട്ട് പഴയ നിയമത്തിൽ ചിത്രീകരിച്ചിരുന്നത്. അത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം മുതൽ ഇങ്ങോട്ട് അനേകം പ്രവാചകന്മാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, വിഗ്രഹാരാധന സമം വ്യഭിചാരം. ഐഡോലട്രി ഈസ് ഈക്വൽ ടു അഡൾട്ടറി. അപ്പോഴേ വിഗ്രഹാരാധന ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവമല്ലാത്ത എന്തിനെയെങ്കിലും ആരാധിക്കുകയും ചെയ്യുന്നതിന് വ്യഭിചാരമായി കണക്കാക്കുന്നു. ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തോട് പൂർണ്ണമായ വിശ്വസ്തത പാലിച്ചവരാണ് ഈ 144,000 പേർ. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് വിശ്വസ്തത പാലിക്കുന്നവർ. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തതിന് പിന്നാലെ വരണം. അപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി കുരിശെടുത്തവർ, യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി ജീവൻ പൂർണ്ണമായി സമർപ്പിച്ചവർ, അവരാണ് ഈ 144,000 പേര്. യേശുവിനോട് പൂർണ്ണമായി വിശ്വസ്ത പാലിച്ചവർ യേശുവിനോട് കൂടിയായിരിക്കും. എൻ്റെ ശിഷ്യൻ എന്നോടുകൂടി ആയിരിക്കും, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കും. യേശു തന്നെയാണ് വാഗ്ദാനം ചെയ്തത്. അവർ കുഞ്ഞാടിനെ അനുഗമിക്കുന്നു. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ ആദ്യ ഫലം എന്ന ഒരു പരാമർശത്തിൽ നിന്ന് പൊതുവെ എടുക്കുന്ന ഒരു നിഗമനം ഇതാണ്: ഇവർ യേശു ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവൻ രക്തസാക്ഷിത്വമായി ബലിയായി കൊടുത്തവരാണ്. അപ്പോൾ രക്തസാക്ഷികളായിരിക്കാം ഈ ഏറ്റവും അടുത്ത സർക്കിളിൽ നിൽക്കുന്നവർ എന്നൊരു സൂചന ഉണ്ടാകും. ഏതായാലും യേശുവിനോട് പൂർണ്ണമായ വിശ്വസ്തത പാലിക്കുകയും അതിനുവേണ്ടി എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്ത ജനസമൂഹത്തിൻ്റെ, വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ 144,000 പേർ. അവർ യേശുവിനോടൊന്നിച്ചാണ്, യേശുവിനോട് കൂടിയായിരിക്കും എന്നും യേശുവിൻ്റെ കൂടെ. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. ദൈവനിഷേധമാണ് വ്യാജം. ദൈവം സത്യമാണ്, സത്യത്തെ നിഷേധിക്കുന്നതാണ് വ്യാജം. അവർ നിഷ്കളങ്കരാണ്. നിഷ്കളങ്കർ എന്ന് പറയുമ്പോൾ ബലിയർപ്പണത്തിൻ്റെ ഒരു സൂചന അവിടെ കാണുക. അവരിൽ ഒരു കളങ്കവുമില്ല. കളങ്കമില്ലാത്ത, മാലിന്യമില്ലാത്ത, നിർമ്മലമായ വസ്തുക്കൾ മാത്രമേ ബലിയർപ്പിക്കാൻ പാടുള്ളൂ. മൃഗമാണെങ്കിലും വസ്തുക്കളാണെങ്കിലും ബലിയർപ്പിക്കുന്നത് നിർമ്മലമായിരിക്കണം. അപ്പോൾ തങ്ങളുടെ ജീവിതം രക്തസാക്ഷിത്വത്തിലൂടെ ബലിയായി അർപ്പിച്ച ഒരു വിഭാഗത്തെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് എന്ന് കരുതാൻ ന്യായമുണ്ട്. ഇനി
ഇതാണ് കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. അപ്പോഴേ നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായം അത് കേന്ദ്രമാണെന്ന് കണ്ടു. അതേസമയം ഈ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും കേന്ദ്രവത്തായിട്ട് നിൽക്കുന്നത് കുഞ്ഞാടിനോടുകൂടി സിയോൻ മലയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട സമൂഹം യേശുവിനോടുകൂടി ആയിരിക്കും. അവർ എന്നും പുതിയ ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കും. പുതിയ ഗാനം പുതിയ അനുഭവത്തിന് വെളിച്ചത്തിലാണ് ഉണ്ടാകുന്നത്. പുതിയ ജീവിതാനുഭവം. മോശയുടെ കീർത്തനം പാടുന്നു, യേശുവിൻ്റെ കീർത്തനം പാടുന്നു. യേശുവിലൂടെ ലഭിച്ച രക്ഷയെ പ്രകീർത്തിക്കുന്ന പുതിയ ഗാനം, പുതിയ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന പുതിയ ഗാനമാണ് അവർ ആലപിക്കുക. അവർ സന്തോഷമുള്ളവരാണ്, സന്തോഷിക്കുന്നവരാണല്ലോ പാട്ടുപാടുക. വീണമീട്ടിയും പാട്ടുപാടിയും കർത്താവിനെ സ്തുതിക്കുന്ന സന്തുഷ്ടരായ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം. ഇനി വരുന്നത് 3 ദൂതന്മാരാണ്. ഈ 3 ദൂതന്മാർ 3 സന്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണും. മധ്യാകാശത്ത് പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. 6-ാമത്തെ വാക്യം. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. ഇതാണ് സനാതനമായ സുവിശേഷം. വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. വിധി രക്ഷയുടെ സമയമാണ്. യേശുവിനെ കാത്തിരിക്കുന്നവർക്ക്, ദൈവത്തോട് വിശ്വസത പാലിക്കുന്നവർക്ക് രക്ഷയുടെ സമയമാണ് വിധി. അതേസമയം യേശുവിനെ തള്ളിപ്പറയുന്നവർക്ക്, അധാർമികതയിൽ ആണ്ടുപോകുന്നവർക്ക് അത് ശിക്ഷയുടെ സമയവുമായിരിക്കും. അപ്പോൾ സനാതനമായ സുവിശേഷം ഇതാ രക്ഷയുടെ സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 2-ാമത്തെ ദൂതൻ പറയുന്നത് ഒരു പ്രവചനം പോലെയാണ്. മഹാബാബിലോൺ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പതിച്ചു. ഇനി വരാൻ പോകുന്നതിൻ്റെ ഒരു മുൻ അറിയിപ്പായിട്ടാണ് 18-ാമത്തെ അധ്യായത്തിൽ ദീർഘമായി ഈ പതനത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ മൃഗത്തെ വീണ്ടും എടുത്തു കാണിക്കുന്നുണ്ട്. മഹാബാബിലോൺ എന്ന് പറയുന്ന പട്ടണം മഹാവേശ്യ എന്നും പറയും. യേശയ്യാ 21-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഈ ബാബിലോൺ വീണുപോയി എന്ന പ്രവചനം എടുത്തു കാണിക്കുന്നത്. അപ്പോഴേ വരാൻ പോകുന്ന വിധിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്, വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ളൊരു സൂചന. ഇനി 3-ാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ നിന്ന് അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. അപ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടു, ആരെങ്കിലും മൃഗത്തിൻ്റെ മുദ്ര കയ്യിലോ നെറ്റിയിലോ സ്വീകരിച്ചില്ല എങ്കിൽ അവർ ഈ ഭൂമിയിൽ വിൽക്കൽ വാങ്ങൽ അസാധ്യമാകും, ഭൂമിയിൽ ജീവിക്കുക തന്നെ അസാധ്യമാകും. ഇനി നേരെ മറിച്ച് ഇപ്രകാരം മുദ്ര സ്വീകരിച്ചാൽ അവനെന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൻ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ് മട്ടുവരെ കുടിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ശിക്ഷ, നിത്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തിരഞ്ഞെടുക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ 2 അധ്യായങ്ങളിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ മൊത്തമായിട്ടും ആവർത്തിക്കുന്നത് തന്നെയാണ്. ദൈവത്തോടൊന്നിച്ച്, സത്യത്തോടൊന്നിച്ച് നിൽക്കുക, അല്ലെങ്കിൽ സാമ്രാജ്യത്തോട് ചേർന്ന് ഭൗതികമായ സുഖഭോഗങ്ങൾ അനുഭവിക്കുക. പക്ഷേ നിത്യനാശത്തിന് ഏതെങ്കിലും തിരഞ്ഞെടുത്തേ മതിയാവും. ഒന്നുകിൽ നിത്യമായ രക്ഷയും ഈ ഭൂമിയിലെ ക്ലേശങ്ങളും പീഡനങ്ങളും, അല്ലെങ്കിൽ നിത്യമായ ശിക്ഷയും ഈ ഭൂമിയിലെ താൽക്കാലികമായ സുഖഭോഗങ്ങളും. ഇതേതു വേണം ഓരോ വ്യക്തിക്കും തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. വെളിപാട് ഗ്രന്ഥകാരൻ നമ്മളോട് എല്ലാവരോടും, എന്നോട് നിങ്ങളോടും പറയുന്ന ഒരു കാര്യമാണിത്. തീരുമാനിക്കണം, ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ ഭൂമിയിൽ വിശുദ്ധന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. മൃഗത്തിന് മുദ്ര സ്വീകരിക്കുന്നവൻ, അവരുടെ പീഡനത്തിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടേയിരിക്കും. ആ ശിക്ഷ നിത്യമായിരിക്കും. അത് 20-ാമത്തെ അധ്യായത്തിലും നമ്മൾ വീണ്ടും കാണുന്നതാണ്. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. സഹനശക്തി പിടിച്ചു നിൽക്കാനുള്ള, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ഏത് ക്ലേശങ്ങളെയും അഭിമുഖീകരിക്കാൻ തയ്യാറാവുക. ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യേശുവിനോട് സാക്ഷി നൽകുന്നതിന് പേരിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. അവർ ഈ വാക്യം അനുസരിക്കുന്നവരാണ്. വിശുദ്ധരുടെ സഹനശക്തി യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിൽക്കാനുള്ള ആഹ്വാനമാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് അല്പം പോലും കൂടുതലല്ല. കാരണം അത്ര വലിയ ഒരു സൗഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാകുന്നു. നമ്മൾ വെളിപാട് പുസ്തകത്തിലെ 7 ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. വെളിപാട് പുസ്തകത്തിലെ 7 ഭാഗ്യങ്ങൾ അഥവാ അനുഗ്രഹീതർ. ഇവിടെ 2-ാമത്തെ നമ്മൾ കാണും. അനുഗ്രഹീതർ ആരാണ്? കർത്താവിൽ മൃതിയടയുന്നവർ, യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുകയും യേശുവിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നവർ. മരിച്ചു പോകുന്ന ശൂന്യതയിലേക്കല്ല, മരിച്ചു പോകുന്ന ദൈവത്തിലേക്കാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് മരിച്ചുപോയി.
മരിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. അപ്പോൾ പിതാവിനോട് വിശ്വസ്തത പാലിക്കുകയും പിതാവിൻ്റെ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവർ മരിക്കുന്നത് പിതാവിൻ്റെ കരങ്ങളിലേക്കാണ്. ഇപ്പോൾ മുതൽ മൃതിയടയുന്നവർ, കർത്താവിൽ മൃതിയടയുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് മരണത്തിനെ കുറിച്ചുള്ള ഭയം ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. യേശുവിൽ വിശ്വസിക്കുന്നവന്, ഉത്ഥാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്നവന് മരണം ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. അത് കർത്താവിൻ്റെ കരങ്ങളിലേക്കുള്ള പതിക്കലാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിതവും ഇന്നത്തെ പ്രവൃത്തികളുമാണ് നമ്മുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്നത്, നിർണ്ണയിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. അധ്വാനങ്ങൾ, ക്ലേശങ്ങൾ എല്ലാം അവസാനിക്കുന്നു മരണത്തോടുകൂടി. ഇനി അങ്ങോട്ട് നിത്യമായ ഭാഗ്യമാണ്. ഇനി അടുത്ത 6ാമത്തെ ചിത്രം വിളവെടുപ്പിൻ്റേതാണ്. ഇവിടെ 2 തരത്തിലുള്ള വിളവെടുപ്പുകളെക്കുറിച്ച് പറയും. 2 ദൂതന്മാരാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കണ്ടു, 14-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ഒരു വെൺമേഘം, മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. അവൻ്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു മേഘത്തിലിരിക്കുന്നവനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാൾ എടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. കൊയ്യുന്നത് അറപ്പുരയിൽ ശേഖരിക്കാൻ വേണ്ടിയാണ്. ധാന്യങ്ങൾ ശേഖരിക്കുക, വിളവ് പാകമായിരിക്കുന്നു, ധാന്യങ്ങൾ ശേഖരിക്കുക. ഇതാണ് ആദ്യത്തേത്. വിധിയാളനായി കടന്നു വരുന്ന യേശുവിൻ്റെ ചിത്രം. വെൺമേഘത്തിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ. നമ്മൾ ആദ്യം കണ്ട ദർശനമാണ് മനുഷ്യപുത്രൻ. അപ്പോൾ യേശുവിനെ മനുഷ്യപുത്രനെ അവതരിപ്പിക്കുന്നു. യേശു തന്നെയാണ് വിധി പ്രസ്താവിക്കുന്നത്. യേശു തന്നെയാണ് തൻ്റെ അനുയായികളെ, തന്നോട് വിശ്വസ്ത പാലിക്കുന്നവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ അരിവാള് എടുത്ത് കൊയ്ത് ധാന്യം ശേഖരിക്കുന്നതിനാണ് ആദ്യത്തെ സൂചിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ അവൻ്റെ ശിരസിൽ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ വിധിയാണ് യേശു നടപ്പിലാക്കുക. ആ വിധി പറയും 2 തരത്തിലുള്ള വിധിയെക്കുറിച്ച്. കളകളും വിളവുകളും ഒരുമിച്ച് വളരുന്ന ഒരു വയലിനെക്കുറിച്ച് യേശു പറയുകയുണ്ടായി. യജമാനൻ വന്ന് ധാന്യ വിത്തുകൾ വിതച്ചു, പുറമേ കള്ളൻ വന്ന്, ശത്രു വന്ന് കളകളും വിതച്ചു. 2ഉം ഒരുമിച്ച് വന്നു. അവസാനം ആദ്യമേ കളകൾ ശേഖരിച്ച് കെട്ടുകളായി കൂട്ടിവയ്ക്കുന്നു, ധാന്യം അറപ്പുരയിൽ ശേഖരിക്കുന്നു. ഈ ധാന്യം അറപ്പുരയിൽ ശേഖരിക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ. ഇനി 2ാമത്തെ വിളവെടുപ്പ്. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാളിറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക, മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിവിള ശേഖരിച്ച് ദൈവത്തിൻ്റെ ക്രോധമാകുന്ന വലിയ മുന്തിരി ചക്കിലിട്ടു. പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴം ആട്ടി. ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൺ വരെ ഉയരത്തിൽ 1600 സ്ഥാദിയോൺ നീളത്തിൽ രക്തപ്രവാഹമുണ്ടായി. ഇത് 2ാമത്തെ വിളവെടുപ്പ്. ഇത് ശിക്ഷയാണ്. ഒന്ന് നിത്യരക്ഷയുടെ ചിത്രം, മറ്റേത് നിത്യശിക്ഷയുടെ ചിത്രം. 2ഉം അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ മുന്തിരിപ്പഴം ശേഖരിച്ച് ചക്കിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് മുന്തിരിച്ചാറുണ്ടാക്കുന്നത് നിത്യശിക്ഷയുടെ ഒരു ചിത്രീകരണമാണ്. മുന്തിരി പണ്ടൊക്കെ ചവിട്ടിപ്പിഴിഞ്ഞാണ് ഉണ്ടാക്കുന്നത്. ചക്കിലിട്ട് ചവിട്ടി പിഴിഞ്ഞ് എടുക്കുന്ന ആ ദ്രാക്ഷാരസമാണ് പിന്നെ വീഞ്ഞായി മാറുന്നത്. ഇങ്ങനെ 2 തരത്തിലുള്ള ശിക്ഷാവിധികൾ എടുത്തു കാണിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കും. ആദ്യത്തേത് രക്ഷയുടേതും 2ാമത്തേത് ശിക്ഷയുടെയും ചിത്രമാണ്. ഇനി അവസാനമായി 7ാമത്തെ രംഗം വിജയികളുടെ സ്തുതിഗീതമാണ്. നമ്മൾ 14:1 മുതൽ 5 വരെ കണ്ടതുപോലെ സമാനമായി മറ്റൊന്ന് ഇവിടെ. സ്വർഗത്തിൽ മഹത്വം വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു. 15-ാം അധ്യായം 1 മുതൽ. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ. ഈ മഹാമാരികൾ അവസാനത്തേതാണ്. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തതായി വരാൻ പോകുന്നതിനെ മുൻകൂട്ടി അറിയിക്കുകയാണ്. ഇതൊരു മാതിരി വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറയുകയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നീട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ചങ്ങല പോലെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇൻ്റർലോക്കിംഗ് എന്ന് പറയും. അല്ലെ, ശൃംഖലീകരണം എന്നൊരു രചനാ സങ്കേതമാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പേ വരാൻ പോകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുക, അങ്ങനെ ഒരു കൊളുത്തുണ്ടാക്കുന്നത് പോലെ. അപ്പോൾ ഈ മുഴുവനും ഒരു വലിയ ചങ്ങല പോലെ നിർത്തുകയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന 16-ാമത്തെ അധ്യായത്തിൽ വരാൻ പോകുന്ന ദൂതന്മാരെക്കുറിച്ച് 15-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നു. അതിനുശേഷം 15-ാമത്തെ അധ്യായത്തിൽ തുടരുകയാണ്. ഈ മഹാമാരികൾ അവസാനിച്ചതാണ്. എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത്. അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ച് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു. കടൽ നമ്മൾ നേരത്തെ കണ്ടു, ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള അകലത്തെ സൂചിപ്പിക്കുന്നതാണ്. മനോഹരമാണ് പളുങ്കുകടൽ.
അഗ്നിമയമായ പളുങ്കുകടൽ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു സൂചനയാണെന്ന് വീണ്ടും പറയാറുണ്ട്. അപ്പോൾ ദൈവത്തിന് ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു. ദൈവത്തിന് ദാസനായ മോശയുടെ കീർത്തനം നമുക്കറിയാം 15-ാമത്തെ അധ്യായത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ചെങ്കടൽ കടന്നു കഴിയുമ്പോൾ പാടുന്ന ഒരു കീർത്തനമുണ്ട്. അത് ദൈവം നൽകിയ വലിയ രക്ഷയുടെ അനുഭവത്തെ പ്രകീർത്തിക്കുന്നതാണ്. അതാണ് മോശയുടെ കീർത്തനം. കുഞ്ഞാടിൻ്റെ കീർത്തനം യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച നിത്യമായ രക്ഷയെ പ്രകീർത്തിക്കുന്നതാണ്. കുഞ്ഞാടിൻ്റെ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് അവർ പറയുന്നത്? സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. കർത്താവേ, അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട്? അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും, കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴേ ദൈവം തൻ്റെ നീതി നടപ്പിലാക്കുന്നു, തിന്മയുടെ മേൽ വിധി പ്രസ്താവിക്കുന്നു, തിന്മയെ ഉന്മൂലനം ചെയ്യുന്നു. ഇതിൻ്റെ ഒരു മുന്നാസ്വാദനം കിട്ടിയവരാണ് പളുങ്ക് കിടന്ന് നിൽക്കുന്നവർ. ഇപ്പോഴ് കുഞ്ഞാടിനോടുകൂടി നിന്ന 144,000 പേരുടെ പുറമെ വലിയൊരു സമൂഹം, യേശുവിനോട് വിശ്വസ്തത പാലിച്ച എല്ലാവരും സ്വർഗത്തിലുണ്ട്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്വർഗീയ ദർശനത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, വിശ്വസ്തത, യേശുവിനോടുള്ള വിശ്വസ്തത, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചുള്ള ജീവിതം, ഏകദൈവത്തിലുള്ള വിശ്വാസം, ഇതാണ് ഇതിന് അടിസ്ഥാനമായി നിൽക്കുക. അപ്പോൾ ദൈവവിശ്വാസത്തെ തള്ളിപ്പറയാതെ അതിനുവേണ്ടി സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്ത എല്ലാ വ്യക്തികളും ഇവിടെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അല്ല ഈ ഭൂമിയിൽ സ്വന്തം താല്പര്യം മാത്രം നോക്കുകയും ദൈവത്തെ നിഷേധിക്കുകയും ദൈവ കൽപ്പനകൾ ധിക്കരിച്ച് പ്രവർത്തിക്കുകയും സ്വാർത്ഥമോഹങ്ങൾ, ധനമോഹങ്ങൾ, മറ്റേത് ആസക്തികളുമായിട്ട് അതിനടിമപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവർ ഈ മുന്തിരിച്ചക്കിലിട്ട് ചവിട്ടിപ്പിടിയുന്ന മുന്തിരിയുടെ അവസ്ഥയായിരിക്കും അവർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിത്യമായ ശിക്ഷയായിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു ചിത്രത്തോടു കൂടിയാണ് ഈ ഇടവേള എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ കേന്ദ്രവത്തായ സഭയുടെ ചിത്രം അവതരിപ്പിക്കുന്ന ഭാഗം അവസാനിക്കുന്നത്. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് സഭയുടെ ചിത്രമാണ്. ഇപ്പോൾ റോമാ സാമ്രാജ്യത്തിൽ പീഡനം ഏൽക്കുന്ന സഭ അത് എക്കാലത്തുള്ള സഭയുടെ പ്രതീകം കൂടിയാണ്. 11 അധ്യായത്തിൽ കണ്ട 2 സാക്ഷികളും 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീയും പിന്നീട് വരുന്ന ഈ വിശുദ്ധരും എല്ലാം സഭയുടെ വിവിധങ്ങളായ പ്രതീകങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ശിക്ഷയുടെ മുന്നേറ്റം 10-ാമത്തെ അധ്യായത്തിൽ ഒരു ചെറിയ ചുരുൾ വിഴുങ്ങുന്നതോടുകൂടി തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തുകയായിരുന്നു. നമ്മൾ ആദ്യമേ 7 മുദ്രകൾ തുറക്കുന്ന സംഭവം കണ്ടു 6-ാമത്തെ അധ്യായത്തിൽ. പിന്നീട് നമ്മൾ കണ്ടു 7 കാഹളങ്ങൾ ഊതുന്നതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ. അതിനുശേഷം ഒരു ഇടവേളയായിട്ട്, അല്ലെങ്കിൽ വലിയ നീണ്ട ഒരു ഇടവേളയായിട്ട് 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ. അത് 10-ാം അധ്യായത്തിൽ കണ്ട ചെറിയ ചുരുളിൽ ഉള്ള ഉള്ളടക്കം, സഭയുടെ ഭാവി ഭാഗധേയങ്ങൾ വിവരിക്കുന്ന സംഭവങ്ങൾ, അതാണ് ഒരു ഇടവേള പോലെ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ അവതരിപ്പിച്ചത്. ഇതാണ് ഈ വെളിപാട് പുസ്തകത്തിൻ്റെ കേന്ദ്രഭാഗം. ഇനി അങ്ങോട്ട് രക്ഷാചരിത്രം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കുതിക്കുന്നതിൻ്റെ ചിത്രീകരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് 7 പാത്രങ്ങൾ ഏന്തിയ ദൂതന്മാരെ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും. പിന്നീട് വരാൻ പോകുന്നത് മഹാബാബിലോണിൻ്റെ പതനവും പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗ്ഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. കർത്താവേ, അങ്ങാണ് ഞങ്ങൾക്ക് രക്ഷയുടെ മാർഗ്ഗങ്ങൾ കാണിച്ചു തരുന്നത്. അങ്ങയുടെ വചനമാണ് ജീവൻ്റെ മാർഗ്ഗം. ആ വചനമനുസരിച്ച് എപ്പോഴും ജീവിക്കാനും അങ്ങനെ യഥാർത്ഥ സ്വർഗ്ഗഭാഗ്യത്തിൽ എത്തിച്ചേരാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കൃപ ചെയ്യണമേ. ഭൗതികമായ ആസക്തികളിൽ, പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ അവിടെ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.